നമസ്കാരം, എല്ലാവർക്കും ശിശുദിനാശംസകൾ. ഞാൻ അനശ്വര ഷൈജു. തിരുമേനി SNDP LP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. തിരുമേനി കംഫർട്ട് സ്റ്റേഷൻ നവീകരണത്തിന് ആവശ്യമായ തുക അനുവദിക്കുമെന്ന് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത്. ചെറുപുഴ പഞ്ചായത്തിൽ തിരുമേനി ടൗണിലെ കംഫർട്ട് സ്റ്റേഷന്റെ നവീകരണത്തിനായി ആവശ്യമായ തുക അനുവദിക്കുമെന്ന് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ M. ബാലകൃഷ്ണൻ പറഞ്ഞു. പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ. ഹരിതസഭയിൽ കുട്ടികൾ അവതരിപ്പിച്ച വിഷയങ്ങൾക്ക് മറുപടി പറയവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. സ്കൂളുകളിലെയും പൊതുസ്ഥലങ്ങളിലെയും ശുചിത്വ പ്രശ്നങ്ങളെ സംബന്ധിച്ച് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനാണ് ഹരിതസഭ നടത്തിയത്. തിരുമേനിലെ കംഫർട്ട് സ്റ്റേഷന്റെ ശോചനീയ അവസ്ഥ ദൃശ്യങ്ങൾ സഹിതം തിരുമേനി SNDP LP സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുകയായിരുന്നു. ഒരു ടൗണിലെ ഒരു സ്ഥാപനം എന്നുള്ളത് നിലയ്ക്ക് പഞ്ചായത്തിന് അതിനുള്ളൊരു ഉത്തരവാദിത്വമുണ്ട്. പൊതുജനങ്ങൾ ഉപയോഗിക്കുന്നതാണ്. അപ്പം അത് പഞ്ചായത്ത് ഉത്തരവാദിത്വം പഞ്ചായത്ത് നിറവേറ്റണം. അതിന് വേണ്ടുന്ന ഒരു ഫണ്ട് പഞ്ചായത്ത് മുടക്കണം. അതിനൊരാളെ ചുമതലപ്പെടുത്തി അവർക്ക് ആവശ്യമായ വേതനം കൊടുക്കുന്ന രീതിയിലേക്ക് ആ കാര്യങ്ങൾ വന്നാൽ മാത്രമേ ഇത് ഭംഗിയായിട്ട് മുമ്പോട്ട് പോകുള്ളൂ. ദൃശ്യങ്ങളും റിപ്പോർട്ടും ചർച്ചയായതിനെ തുടർന്നാണ് M. ബാലകൃഷ്ണൻ കംഫർട്ട് സ്റ്റേഷൻ നവീകരിക്കുന്നതിനായി 1.5 ലക്ഷം രൂപ അനുവദിക്കുന്നതിനായി പ്രഖ്യാപിച്ചത്. അതിൻ്റെ ഭാഗമായി നമ്മുടെ കേരള ഗവൺമെൻറ് 2016 അധികാരം ഏറ്റോടെ 4 മിഷൻ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതിലൊന്ന് ഹരിത കേരള മിഷനാണ്. അതിൻ്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളും നമ്മുടെ മാലിന്യമുക്ത കേരളമാക്കേണ്ട പ്രവർത്തനം നടന്നു വരുന്നില്ല. കഴിഞ്ഞ ജൂലൈ 26-27 തീയതികളിൽ തിരുവനന്തപുരത്ത് സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കുകയും വരുന്ന മാർച്ച് 30 അകം കേരളത്തെ പരിപൂർണമായി മാലിന്യമുക്തമാക്കണം എന്ന തീരുമാനം എടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ പഞ്ചായത്തുകളും. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ. ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.